പാകിസ്ഥാനെ സംബന്ധിച്ചോളം നോക്കൂ, അതായത് 3 റഫാൽ വിമാനങ്ങൾ നമ്മുടെ തകർത്തു, മറ്റേതാണ് മറിച്ചതാണ്, വീരവാദങ്ങൾ ഇങ്ങനെ മുഴക്കുകയാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവരുടെ രാജ്യത്തെ അരക്ഷിതമായ ഒരു രാജ്യത്തെ ബോധ്യപ്പെടുത്തുക, അവിടെ ജനതയെ ബോധ്യപ്പെടുത്തുക, അങ്ങനെ വിറങ്ങലിച്ച് എല്ലാ അർത്ഥത്തിലും വരിഞ്ഞു മുറുക്കുന്ന ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഇനി ഭാവിയിലുണ്ടാകുന്ന ഭയാനകമായ സാഹചര്യങ്ങളെ നേരിടുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിനെ ഒന്നും കാണേണ്ടതില്ലല്ലോ ശ്രീ മോഹൻ വർഗീസ്. യുദ്ധം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം സംഭവിക്കുമ്പോൾ ആദ്യ കാഷ്വൽറ്റി ആകുന്നത് ട്രൂത്താണ്, സത്യമാണ്. അപ്പൊ സത്യത്തെ പരമാവധി തമസ്കരിക്കുക, യാഥാർത്ഥ്യത്തെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുക, തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക, അങ്ങനെ ഒരു ഫാൾസ് നറേറ്റീവിൽ ത്രൈവ് ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മണ്ണിൽ കടന്നു കയറി 15 സൈനിക താവളങ്ങൾ ആക്രമിച്ചു, റഫാൽ വിമാനങ്ങൾ ആക്രമിച്ച് തവിട് പൊടിയാക്കി എന്നൊക്കെയുള്ള വീരവാദങ്ങൾ പറയുന്നതിന് ക്രെഡിബിൾ ബേസ് ഇല്ല എന്നോർക്കണം. അതുകൊണ്ട് ഒരു പരാജിത രാഷ്ട്രത്തിന്റെ ജൽപ്പനങ്ങൾ വലിയ രീതിയിലുള്ള തിരിച്ചടി ലഭിച്ചപ്പോൾ ആകെ അമ്പരന്ന് പോയ, പകച്ചുപോയ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്ന തിരിച്ചടി അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പരിവേദനം, വലിയ രീതിയിലുള്ള ഒരു ഞെട്ടൽ പാകിസ്ഥാനുണ്ട്. അത് ജാള്യത മറച്ചു വെക്കാൻ പാകിസ്ഥാൻ ജനതയ്ക്ക് മുമ്പിൽ പാകിസ്ഥാൻ സൈന്യത്തിന് തലയുയർത്തി നിൽക്കാൻ ഏക മാർഗം എന്ന് പറയുന്നത് തെറ്റായ ചില വിവരങ്ങൾ പടച്ചുവിടുക. അത് വിശ്വസിക്കുന്ന കുറെ പേരെങ്കിലും ഉള്ളിലുണ്ടാകും. മാധ്യമങ്ങളെ ഒരുപക്ഷെ വിലക്കെടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾഡ് മീഡിയ ആയിട്ട് മാറ്റുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ തീർച്ചയായും ചെയ്യുമെന്ന് അറിയാനുള്ള ബുദ്ധിയും വിവേകവും ഭാരതത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് അതിശക്തമായ നയതന്ത്ര നീക്കത്തിലൂടെ ലോകരാജ്യങ്ങളെ മുഴുവനായി ധരിപ്പിച്ച് ഇന്ത്യക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടം, ഇന്ത്യയുടെ രാജ്യത്തിന്റെ ജനതയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രതിഷേധം, ആങ്കർ, അത് രീതിയിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ ധരിപ്പിക്കുകയും ഒരു പ്രത്യാക്രമണം ഉണ്ടാകും. അത് സിംബോളിക് ആയിരിക്കും, ശക്തമായിരിക്കും. അത് പരമാവധി നാശനഷ്ടങ്ങൾ കുറച്ചുകൊണ്ടുവന്ന് പ്രതീകാത്മകമായ രീതിയിൽ ഒരു മറുപടി ആയിരിക്കും എന്നത് ഒരു രീതിയിലുള്ള അംഗീകാരം, ലോകത്തിന്റെ മുഴുവൻ മനസാക്ഷിയുടെ അംഗീകാരം വാങ്ങിയതിനു ശേഷമാണ്. അല്ലെങ്കിൽ പിന്നെ ഉടനടി തിരിച്ചടിയാകാമായിരുന്നല്ലോ. ഇത്രയും ദിവസം എല്ലാ പ്രിക്കോഷൻസും എടുത്തു. ആ ഒരു കാര്യത്തിന്റെ പൂർത്തീകരണമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇപ്പോൾ നടന്നത്.